ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കബാബിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ഉപയോഗിച്ചല്ല, മറിച്ച് ഫിഷ് ഉപയോഗിച്ചാണ്. ഫിഷ് വെച്ച് കബാബ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഗതി സക്സസ് ആയി. വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ കരുതി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫിഷാണ്. ഞാനിവിടെ ബർക്കുഡ എന്ന ഫിഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് മലയാളത്തിൽ ചീലാവ് എന്ന് പറയും. ഇതൊരു 250 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് മുള്ളു കുറഞ്ഞ മറ്റേതെങ്കിലും ഫിഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് കഴുകി വെച്ചതാണ്. 2 ടേബിൾ സ്പൂൺ ഉള്ളി നല്ല നൈസായി അരിഞ്ഞു വെച്ചതാണ്. ഇത് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു മുട്ട, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ റവ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം കടലപ്പരിപ്പ് അല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ഈ സമയം നമുക്ക് ഒരു കടായിൽ അല്പം വെള്ളം ചേർക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് ഇത് നന്നായി വേവിച്ചെടുക്കുക. കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മീനും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലോട്ട് നമുക്ക് വേവിച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മീനിന്റെ മുള്ളും അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ കാണുന്ന തൊലിയും മാറ്റുക. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇത് നമുക്ക് അരച്ചു വെച്ച കടലപ്പരിപ്പിലോട്ട് ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല പൊടി, മുളക് പൊടി, റവ, ചെറുനാരങ്ങ നീര് എന്നിവ ചേർക്കുക. ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചി ചതച്ചതും മല്ലിയിലയും ചേർക്കുക. ഇനി മുട്ട ഉടച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി കൈയിലേക്ക് അല്പം എണ്ണ തടവുക. കബാബിന്റെ മാവിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഒരു ഉരുളെടുക്കുക. ഇത് ഇനി ഇതുപോലെ നീളത്തിൽ ഉരുട്ടുക. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മാവെടുത്ത് ഫിഷിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇഷ്ടമായില്ലെങ്കിൽ ക്ഷമിക്കുക. ഇനി ഒരു കടായിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്രയും ഓയിൽ ചേർക്കുക. എണ്ണ ചൂടായതിനു ശേഷം കബാബ് ഓരോന്നായി ചേർത്ത് കൊടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഫിഷ് കബാബ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഫിഷും കടലപ്പരിപ്പും വേവിക്കാൻ എടുക്കുന്ന ടൈം ഒഴിച്ച് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതൊരു സ്റ്റാർട്ടറായിട്ടോ സ്നാക്കായിട്ടോ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു കബാബ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം. ഈ
റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.